യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത്രയും കാലം കൂടെ താമസിച്ചിട്ടും നിന്റെ മനസ്സിനകത്ത് ഇത്ര ഇരുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. കഷ്ടം. അമ്മേ, പറഞ്ഞത് കേട്ടില്ലേ? കനകേച്ചി ഇനി അടുക്കള കയറില്ലെന്നോ? അതിനെന്താ, നമുക്കുള്ളത് ഇനി മുതൽ നീ ഉണ്ടാക്കിയാ മതി. അതാ നല്ലത്. അല്ല അമ്മ, ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടുപോയില്ലായല്ലോ. ഇനി ഭക്ഷണം ഉണ്ടാക്കണം, പാത്രം കഴുകണം. എന്റെ വിരളിന്റെ പണി തീരുമല്ലോ ദൈവമേ. അമ്മേ, നമുക്ക് എന്തെങ്കിലും ചെയ്യണ്ടേ? ഞാനും അത് ആലോചിക്കുന്നേ. അർജുൻ വക്കാലത്ത് ഒഴിഞ്ഞാലേ നന്ദേട്ടനെ ഏറ്റെടുക്കാൻ പറ്റൂ. അവൻ ഒഴിയൊന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? നമുക്ക് പോയി അരുണിമ ചേച്ചിയെ കണ്ടു പറഞ്ഞാലോ? ഒരു ഗുണം ഉണ്ടാകാൻ പോകുന്നില്ല. അവക്കിപ്പോഴും എന്നെക്കാളും നിന്നെക്കാളും വിശ്വാസവും ഇഷ്ടമൊക്കെ പൂജയാ. അവള് മാറാൻ പോകുന്നില്ല. അപ്പൊ ഇനി എന്ത് ചെയ്യും? ഇവരുടെ കള്ളക്കളിയുടെ നേരെ എത്ര നാള് കണ്ണടയ്ക്കും? അരുണിമയല്ലേ അവരോടൊപ്പം ഉള്ളൂ. നന്ദൻ നമ്മുടെ കൂടെ ഇല്ലേ? നന്ദേട്ടൻ അന്ന് ഇവിടെ വന്നിട്ട് പോയത് എങ്ങനെയാന്ന് അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് തന്നെയാ നന്ദനെ നമ്മുടെ കൂടെ നിർത്താമെന്ന് പറയുന്നത് ഞാൻ. അനുമോളെ ഇവരെവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് കണ്ടെത്തണമെങ്കിൽ നന്ദൻ വിചാരിക്കണം. അവളെ കാണാനില്ലെന്ന പരാതിയിൽ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് കോടതിയെ ബോധിപ്പിക്കണം. നന്ദന്റെ ഒപ്പം നമ്മളും കൂടി ഉണ്ടെന്നറിഞ്ഞാൽ അവൻ ഇത്തിരി കൂടി ചൂടിൽ കാര്യങ്ങൾ നടത്തിക്കോളും. നീ ആ ഫോണെടുത്ത് ഇപ്പൊ തന്നെ നന്ദനെ വിളിക്കും. വിളിച്ചിട്ട് എനിക്കിതാ, ഞാൻ കാര്യങ്ങൾ പറയാം. കിട്ടുന്നില്ല. വീട്ടിലെ നമ്പറിൽ ഒന്ന് വിളിക്കും. ഇറങ്ങിയുന്നുണ്ട്. ഹലോ, നന്ദേട്ടനല്ല, ശങ്കരേട്ടനാ. ഹലോ. ഹലോ, ഞാനാ മഹേശ്വരി. ഹാ അമ്മേ, പറഞ്ഞോളൂ. നന്ദൻ എവിടെയാ ശങ്കറേ? ഏട്ടനോട് ഇല്ലല്ലോ അമ്മേ. എന്താ? അല്ല, ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. റേഞ്ച് ഉണ്ടാവില്ല, അതായിരിക്കും. എന്താ അമ്മേ കാര്യം? അല്ല, അത് എന്തായാലും പറഞ്ഞോളൂ. ഞങ്ങൾക്ക് നന്ദനെ ഒന്ന് നേരി കാണണം. അറിയാവല്ലോ, നന്ദേട്ടൻ ഇനി ആ വീട്ടിലേക്ക് വരുമെന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങോട്ട് വന്നോളാം. എന്തെങ്കിലും പ്രത്യേക ആവശ്യമുണ്ടോ? ഉണ്ട് ശങ്കറേ. അനുക്കുട്ടിയുടെ മിസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് നന്ദനോടൊന്ന് സംസാരിക്കണം. അവളെ അർജുനും പൂജയും കൂടെ ഒളിപ്പിച്ചിരിക്കുക. അതെവിടെയാണെന്നൊന്ന് കണ്ടുപിടിക്കണം. അതിന് ഞങ്ങൾക്ക് നന്ദന്റെ സഹായം വേണം. ഏട്ടൻ വന്നാ ഞാൻ പറയാം. ദേ, നാളെ തന്നെ ഞങ്ങൾക്ക് കാണണമെന്നൊന്ന് പറയണം. ശരി അമ്മ. അവളെ കണ്ടെത്തുന്നതോടെ എല്ലാത്തിനും ഒരു അവസാനമാവും. ഹലോ. അതെ, നമുക്ക് അനുകൂലമായൊരു കാര്യം നടന്നിട്ടുണ്ട്. എന്താ? പ്രിയയുടെ മിസ്സിംഗ് കേസ് തെളിയിക്കാൻ മഹേശ്വരിയമ്മ നാളെ നന്ദേട്ടനെ കാണാൻ വരുന്നുണ്ട്. ശങ്കറെ, ഞാൻ തന്നോട് പറഞ്ഞത് 10 ദിവസത്തിനുള്ളിൽ പ്രിയ എന്റെ കയ്യിലെത്തണമെന്നാ. നന്ദൻ കേസ് നടത്തുകയോ കണ്ടുപിടിക്കുകയോ എന്ത് തന്നെ ആയാലും ശരി, എന്റെ മുന്നിൽ താൻ അവളെ കൊണ്ടുവന്ന് നിർത്തിയേ പറ്റൂ. അതിനുള്ള വഴിയാ സേനാപതി ഞാൻ പറയുന്നത്. ഇതിനിടെ 2 തവണ പ്രിയനെ വിളിച്ചതാ. പക്ഷേ എവിടെയാണെന്ന് അവള് പറഞ്ഞില്ല. ഓരോ തവണ അവള് വിളിക്കുന്നതും പല പല സ്ഥലങ്ങളിൽ നിന്നാ. പ്രിയയെ കൊന്നതാണെന്നും
അത് ചെയ്തത് അർജുനും പൂജയും കൂടിയാണെന്നും ഒരു കേസ് നന്ദേട്ടൻ മൂവി ചെയ്താൽ അവർക്കിനി മറവിൽ നിൽക്കാനാവില്ല. മാളത്തിൽ നിന്ന് അവളെ പുകച്ചു പുറത്ത് ചാടിക്കാൻ ഇതാണ് ഏറ്റവും നല്ല മാർഗം. തന്റെ ഏട്ടൻ വിചാരിച്ചിരിക്കുന്നത് പ്രിയ അയാളുടെ മകളാണെന്നല്ലേ? മകള് കൊല്ലപ്പെട്ടു എന്ന് അയാൾ ഒരു കേസ് ഫയൽ ചെയ്യൂ. ചെയ്യിക്കണം. പക്ഷേ അത് ഞാൻ പറഞ്ഞാൽ ശരിയാവില്ല. പിന്നെ ഏട്ടനെ വിശ്വസിക്കാൻ കഴിയാവുന്ന ആരെങ്കിലും ഒരാൾ പറയണം. അർജുനെതിരെ ജയിക്കാൻ കഴിയുമെന്ന് ഏട്ടന് വിശ്വാസമുള്ള ഒരാൾ. അടിക മതിയാവൂ? മതി. അടികയും അർജുനും തമ്മിൽ പണ്ടേ ശത്രുതയുള്ളതാണെന്നും പ്രിയയെ പുറത്തു കൊണ്ടുവരാൻ അടികയാണ് ഏറ്റവും നല്ലതെന്നും നമുക്ക് ഏട്ടനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാം. അത് നടക്കോ? നടക്കും. ആ കാര്യമേ ഞാൻ ഏറ്റു. എന്നാ അടിക നാളെ അവിടെ എത്തിയിരിക്കും. ശരി. നിനക്കെന്തോ പറയാനുള്ളത് പോലെ തോന്നുന്നല്ലോ. മഹേശ്വരിയമ്മ വിളിച്ചിരുന്നു. ഏട്ടനെ വിളിച്ചിട്ട് കിട്ടിയില്ല. അതാ ഇവിടുത്തെ ഫോണിലേക്ക് വിളിച്ചത്. നാളെ അവർക്ക് ഏട്ടനെ ഒന്ന് കാണണമെന്ന്. അമ്മ എന്തെങ്കിലും കാര്യം പറഞ്ഞു? അനുമോളുടെ കാര്യത്തിൽ അവർക്ക് എന്തൊക്കെയോ സംശയമുണ്ടെന്ന് തോന്നുന്നു. അവളെ കണ്ടുപിടിക്കാൻ ഏട്ടന്റെ സഹായം വേണമെന്നാണ് പറഞ്ഞത്. അവളെ കാണാനില്ലെന്ന പരാതി കൊടുത്തിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായിട്ടൊന്നും നടന്നില്ലെന്ന് ഏട്ടൻ അറിയാവല്ലോ. അത് അർജുന്റെ സ്വാധീനം കൊണ്ടാ. ഇപ്പോ മഹേശ്വരി അമ്മയ്ക്കും അനുവിനെ കണ്ടെത്തണമെന്നുള്ളത് കൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്യുന്നത് നല്ലതായിട്ടാ. ഞാൻ ആലോചിക്കാത്തോണ്ടല്ല ശങ്കര. പക്ഷേ അർജുനാണ് അവളെ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവന്റെ മുമ്പിൽ ഞാൻ വീണ്ടും പരാജയപ്പെട്ടതുപോലാവും. അതെനിക്ക് വയ്യ. ഏട്ടൻ ഇപ്പോഴും സഞ്ചരിക്കുന്നത് നേരായ വഴിയിലൂടെ മാത്രമാ. പക്ഷെ കാര്യങ്ങൾ നടക്കണമെങ്കിൽ അല്പം വളഞ്ഞ വഴിയിൽ കൂടെ പോകണം. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന അനുമോളെ പുറത്തെടുക്കാതെ നിവർത്തിയില്ല എന്നുള്ള ഘട്ടത്തിലേക്ക് അർജുൻ ചെന്നെത്തണം. അതിന് ഏതു വഴിയും സ്വീകരിക്കാൻ കഴിവുള്ള ഒരാളെ വെച്ച് വേണം ഏട്ടൻ കേസുമായി മുന്നോട്ട് പോകാൻ.